ശ്രീ എം കെ ഹരിദാസ്, ഇവിടെ എ പത്മകുമാറിൽ വരെ അന്വേഷണ സംഘം എത്തി നിൽപ്പുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകൃതമായതും അതത് ദിവസത്തെ അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഹൈക്കോടതി ഇടപെടൽ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകളും രേഖകളുമൊക്കെ ഹാജരാക്കുമ്പോൾ നമുക്കറിയാം എ പത്മകുമാറിൽ വരെ എത്തി നിൽക്കുമ്പോൾ മൊഴികൾ അടക്കം വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നതിൽ എ പത്മകുമാർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത്. അതുകൊണ്ടാണല്ലോ മന്ത്രിക്കും തന്ത്രിക്കും അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്നൊക്കെ പറയുന്നത്. എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താനിത് ചെയ്തത്, സ്വർണ്ണക്കൊള്ളയല്ല പുനരുദ്ധാരണം മാത്രമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അവിടെ ഒരു ചെറിയ പ്രശ്നം ഉദിക്കുന്നില്ലേ? തങ്ങൾ അല്ലെങ്കിൽ താൻ ഏതെങ്കിലും വിധത്തിൽ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ രക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ട് എന്നുള്ള ആത്മവിശ്വാസം വച്ച് പുലർത്തിക്കൊണ്ടാണ് എൻ വാസുവും എ പത്മകുമാറുമൊക്കെ നീങ്ങിയതെങ്കിൽ അവർക്കെതിരെ മാത്രമായി ഈ തെളിവുകൾ ഒതുങ്ങുന്ന ഒരു സാഹചര്യം കൂടി വരികയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ പത്മകുമാറിലെ എൻ വാസുവിലേക്ക് മാത്രം ഒതുക്കി തീർക്കുമോ എന്ന് ചോദിക്കുന്നതോളം പ്രസക്തി തന്നെയാണ് ഈ രാഷ്ട്രീയ സംരക്ഷണത്തിലേക്ക് എത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുകയില്ലല്ലോ. കാരണം രേഖാമൂലമുള്ള ഒരു ഉറപ്പിലേക്ക് എത്തില്ലല്ലോ. ഇവർ ഒരു മൊഴി നൽകിയതല്ലാതെ അല്ലെങ്കിൽ നൽകുകയല്ലാതെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്താൻ സാധിക്കില്ലല്ലോ. അതൊരു പോരായ്മയായി തന്നെ അവശേഷിക്കില്ലേ? നോക്കൂ രോഹിണി, ഇതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ SIT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ശ്രീ സതീഷ് പറഞ്ഞു SIT അല്ല അന്വേഷിക്കണം. ആരാണ് ഈ SIT രൂപീകരിച്ചത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ആരാണ്? ഹൈക്കോടതിയാണ്. സാർ, അത് ആര് വേണമെന്ന് തീരുമാനിച്ചത് ഹൈക്കോടതി അല്ലല്ലോ. അതിന്റെ തലപ്പത്ത് ആര് വേണമെന്ന് തീരുമാനിച്ചത് ഹൈക്കോടതി അല്ലല്ലോ. SIT രൂപീകരിക്കാൻ ഹൈക്കോടതി പറഞ്ഞെങ്കിലും അവിടെ രൂപീകരിച്ചത് ആരാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ആരാണ്? അദ്ദേഹത്തിന്റെ ഹെഡ് SIT രൂപീകരിച്ചത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇന്ന ഉദ്യോഗസ്ഥന്മാർ വേണമെന്ന് പറഞ്ഞു. അത് ആഭ്യന്തരമന്ത്രിയായിട്ട് ഒരു ബന്ധവുമില്ല സാർ. ഈ ഉദ്യോഗസ്ഥർ ഏത് വകുപ്പിന്റെ കീഴിലാണ് സാർ ജോലി ചെയ്യുന്നത്? അങ്ങനെ പറയണ സാർ. ചന്ദ്രശേഖരൻ സാറേ, ഞാൻ പറയണത് കേട്ടെ സാർ, ഇത് പറയട്ടെ. ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊന്നവരെ ഈ സംസ്ഥാനത്ത് പിടിച്ചിട്ടുള്ളൂ സാർ. കൊല്ലിച്ചവരെ പിടിച്ചിട്ടില്ല സാർ. അന്ന് പറയുമ്പോൾ താങ്കൾ ചിന്തിക്കണം, UDF ഭരണകാലമാണ്. എന്നിട്ട് പോലും ആ അന്വേഷണം ഒരു മോഹനിലേക്ക് എത്തിച്ചിട്ട് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച CPM കേരളം ഭരിക്കുമ്പോൾ ആ CPMന്റെ മുഖ്യമന്ത്രി ഇവിടെ കേരളം ഭരിക്കുന്നു. ആ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന് തലപ്പത്തിരിക്കുന്നത് എന്നിരിക്കെ ഹൈക്കോടതിയിലേക്ക് പോകേണ്ട ഓരോ പേപ്പറും ഈ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കാതെ വിടില്ല സതീഷ് സാർ. നിങ്ങൾ നിങ്ങളുടെ ഇന്നസെൻസി കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ താങ്കൾ വിചാരിക്കുന്നുണ്ടാ ഈ SITയുടെ അന്വേഷണത്തിന്റെ കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും ഹൈക്കോടതിയിലേക്ക് ചെന്നെത്തുമെന്ന്? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് സാർ. അത് കാണിക്കേണ്ടവരെ കാണിച്ചിട്ട് അതിലെന്തെല്ലാം പഴുതുകൾ നികത്താനുള്ളവ നികത്തിയിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തും. അവിടെയാണ് പ്രസക്തി. ഹൈക്കോടതിക്ക് നേരിട്ട് ചെന്ന് ഈ അന്വേഷണത്തിൽ പങ്കാളിയാകാൻ സാധിക്കില്ല. അവിടെ ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല, ഇതിനൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയാൻ ഹൈക്കോടതിക്ക് ആകട്ടെ എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ. കാരണം SIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെങ്കടേഷ് ആവട്ടെ, സെൻകുമാർ ആവട്ടെ, ഏത് കൊമ്പനാവട്ടെ, ആ വകുപ്പ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ഈ SIT വരുന്നത് എന്നിരിക്കെ ശ്രീ രോഹിണി, ഇതിനപ്പുറം യാതൊരുവിധ അന്വേഷണവും പത്മകുമാറിലേക്ക് അപ്പുറത്തേക്ക് പോകുമെന്ന് ഞാനൊരു 5-6 ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 5-6 ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, പത്മകുമാറിന് അപ്പുറമുള്ളവരിലേക്ക് ഈ അന്വേഷണം ചെന്ന് എത്തി നിൽക്കില്ല. കാരണം ഈ പത്മകുമാർ പറഞ്ഞിരിക്കുന്ന ദൈവതുല്യനായിട്ടുള്ള വ്യക്തി നമ്മൾ ചിന്തിക്കുന്നതാണ് അത് തന്ത്രിയാകാമെന്ന്. പക്ഷെ ഞാനൊക്കെ ചിന്തിക്കുന്നത്, എന്നെ പോലുള്ളവർ ചിന്തിക്കുന്നത് മറ്റു പലതുമാണ്. അപ്പൊ ആ പലതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഉന്നതരിലേക്കൊന്നും ഈ അന്വേഷണം എത്താൻ പോകുന്നില്ല. കാരണം അതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ദ്വാരപാലക ശില്പത്തിലെയും കട്ടിലപ്പാളിയിലെയും കിലോ കണക്കിന് സ്വർണം എങ്ങനെ ആരൊക്കെ കൊണ്ടുപോയി കൃത്യമായ റേഷ്യോ വെച്ച് പങ്കിട്ടെടുത്ത കഥകളൊക്കെ പുറത്തു വരും. അതുകൊണ്ട് അതിലേക്കൊന്നും ഇത് പോകില്ല. നമുക്ക് ഈ പത്മകുമാറും വാസുവും തന്നെ ശിക്ഷിക്കത്തക്ക തോതിൽ ഈ SIT അന്വേഷണം പൂർത്തിയാക്കിയിട്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്റെ വിശ്വാസമാണ്. ശ്രീ സതീഷിന് അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. കൃത്യമായിട്ട് ഇവരെ ഈ റിമാൻഡ് കാലാവധിക്ക് അപ്പുറം അവർക്കൊരു ശിക്ഷ വാങ്ങിക്കൊടുത്ത് അവരെ ജയിലിലെടുത്തക്ക തോതിലുള്ള തെളിവുകളൊന്നും തന്നെ ഈ സംഗതി കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും നശിപ്പിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങൊരു കാര്യം മനസ്സിലാക്കുക,
35 വർഷം ശബരിമലയിൽ പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. സാർ, ഈ പീക്ക് അവർ എന്ന് പറയുന്ന സ്ഥലത്ത് വൈദ്യുതി ഉപയോഗം കൂടുതലാണ്. ആ പീക്ക് അവറിൽ വൈദ്യുതി ഉപയോഗം എത്ര വേണമെന്ന് പീക്ക് അവറിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന അന്നല്ല തീരുമാനിക്കേണ്ടത്. അത് കഴിഞ്ഞ വർഷം തീരുമാനിക്കണം. അടുത്ത വർഷത്തേക്ക് ഇത്ര ഉപയോക്താക്കൾ കൂടും, അത്രയും ഉപയോക്താക്കൾക്ക് കൂടി വൈദ്യുതി സംഭരിക്കാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് വാങ്ങണമെങ്കിൽ ചെറിയ തുകയ്ക്ക് കരാർ നൽകണം. ഇത്തരത്തിലൊരു ദീർഘവീക്ഷണവും ഔചിത്യബോധവും ചേർന്നുണ്ടാകുന്ന ഒരു വികാരം കൊണ്ട് വേണം ഇവിടുത്തെ സർക്കാരുകൾ ഭരിക്കാൻ. ഈ സർക്കാരിനെ കഴിഞ്ഞ 9.5 വർഷമായിട്ട് ദീർഘവീക്ഷണവുമില്ല, ഔചിത്യബോധവുമില്ല. അതുകൊണ്ടാണ് കൃത്യമായ മെയ് ജൂൺ മാസങ്ങളിൽ മഴ വരുന്നതിന് മുമ്പ് വൈദ്യുതിക്ക് ഞങ്ങൾ എന്താ ചെയ്യുക, വൻ വില കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. വൻ വില കൊടുക്കാതെ വാങ്ങണമെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത കൊല്ലത്തേക്ക് ഇത്ര വൈദ്യുതി പീക്ക് അവറിൽ വേണം എന്നുള്ളത് ഇപ്പൊ തീരുമാനിച്ചാൽ തുച്ഛമായ വിലയ്ക്ക് കിട്ടും. പക്ഷെ ഈ സർക്കാർ എന്താ ചെയ്യുന്നത്? മെയ് മാസത്തേക്കുള്ള വൈദ്യുതിക്ക് വിലയ്ക്ക് വാങ്ങുന്നത് ഏപ്രിലാണ്. ഇത് തന്നെയാണ് ശബരിമലയിലെയും പ്രശ്നം സാർ. ഓരോ വർഷവും ഇത്ര ഭക്തർ വെച്ച് കൂടും, ഇത്ര സ്വാമിമാരുടെ എണ്ണം കൂടും എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടു കൂടി അവിടേക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാൽ സാർ, ഞാൻ ഈ 35 വർഷം ശബരിമലയ്ക്ക് പോക്ക് നിർത്തിയിട്ട് 10-20 കൊല്ലമായി. ഈ 35 വർഷം പോയിട്ട് കൃത്യമായി 1 മണിക്കൂറിനപ്പുറം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. അവിടെ അന്നും അന്നത്തെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു തിക്കും തിരക്കുള്ള ക്ഷേത്രമാണ് ശബരിമല. നടപ്പന്തൽ വരെയോ അതുമാതിരി തന്നെ ശരംകുത്തി വരെയോ ക്യൂ നിൽക്കുന്നുവെങ്കിലും 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അതിനപ്പുറം നിൽക്കേണ്ടി വന്നിട്ടില്ല. ദീർഘവീക്ഷണമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലെ അപാകതയാണ് നമ്മൾ ഈ കാണുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ശബരിമലയിലെ തിരക്കിന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഭക്തരുടെ എണ്ണം കൂടുകയാണ്. തീർച്ചയായിട്ടും അടുത്ത പക്ഷേ ശ്രീ എം കെ ഹരിദാസ്, ഈ ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ ദീർഘവീക്ഷണമില്ലാത്തത്. മെസ്സി വരും എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സ്റ്റേഡിയം നവീകരണത്തിനായി മുടക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്തായാലും ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു.